അമ്മ മാതാവിനും ദൈവതിരുക്കുമാരനും കോടാനുകോടി നന്ദി. ഇന്ന് ഈ ദിവസം അമ്മയുടെ ഈ സന്നിധിയിൽ വന്നു നിൽക്കുവാൻ അനുവദിച്ചതിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. എൻ്റെ പേര് ഷിജു മാത്യു. ഞാൻ കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിക്കടുത്ത മാട്രയിലെ സെൻറ്റ് മേരീസ് ദേവാലയത്തിലെ ഒരു അംഗമാണ്. ഇപ്പോൾ 1.5 വർഷമായിട്ട് കാനഡയിൽ കുടുംബസമേതം സ്ഥിരതാമസമാണ്. ഇന്ന് രാവിലെ കൊച്ചിയിൽ വന്നു, കാനഡയിൽ നിന്ന് വന്നു. നേരെ അമ്മയുടെ ഈ സന്നിധിയിലേക്ക് വന്നതിന് ശേഷം വീട്ടിലേക്ക് പോകാം എന്നുള്ള തീരുമാനത്തിലാണ് ഇവിടെ എത്തിയത്. എൻ്റെ അമ്മ എനിക്ക് തന്ന അത്ഭുതങ്ങളിൽ ഏറ്റവും ആദ്യം എനിക്ക് പറയുവാനുള്ളത്, ഞാനൊരു നേഴ്സാണ്. 19 വർഷം അബുദാബിയിൽ ജോലി ചെയ്തു. അതിനുശേഷം കാനഡയിലേക്ക് കുടിയേറി. അവിടെ NCLEX എക്സാം എഴുതാൻ വേണ്ടി ഞങ്ങൾ തയ്യാറെടുത്തുകൊണ്ടിരുന്നപ്പോൾ കഴിഞ്ഞ മെയ് മാസം 4-ാം തീയതി 2024 മെയ് മാസം 4-ാം തീയതി ഞങ്ങൾ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു. ഓൺലൈനിൽ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പായിട്ട് എനിക്ക് 2 മക്കളാണുള്ളത്. ഭാര്യയും നേഴ്സാണ്. അവളും ഞങ്ങളും ഒരുമിച്ചാണ് പരീക്ഷ എഴുതിയത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും പോയി കുമ്പസാരിക്കുകയും അതീവ ശ്രദ്ധയോടുകൂടി വീട് മുഴുവൻ അടിച്ചുവാരി വൃത്തിയാക്കി ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് മെഴുകുതിരികളൊക്കെ കത്തിച്ച് ഒരു ദേവാലയത്തിൻ്റെ അന്തരീക്ഷമുണ്ടാക്കി ഞങ്ങൾ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് മെയ് 30-ാം തീയതി ഞങ്ങൾ പരീക്ഷ എഴുതി. പരീക്ഷ എഴുതാൻ പോകുമ്പോൾ അറിയാം, അവിടെയോട്ട് കയറി പോവുക എന്നുള്ളത് നമുക്കറിയാം. ഭയങ്കര സെക്യൂരിറ്റി സ്ക്രീനിങ് കഴിഞ്ഞതിന് ശേഷമാണ് പരീക്ഷയ്ക്ക് കയറ്റുന്നത്. അപ്പം പരീക്ഷയ്ക്ക് നമുക്ക് നമ്മുടെ മോതിരമോ വാച്ചോ ഒരു സാധനമോ അകത്തോട്ട് കയറ്റില്ല. ഞങ്ങളത് മുൻകൂട്ടി കണ്ടുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ഒരു കാശുരൂപം ഞങ്ങളുടെ ബനിയനയിൽ ഞങ്ങൾ തയ്ച്ചു വെച്ചു. അമ്മയുടെ ഉപ്പ് ഞങ്ങളുടെ തലയിൽ ഞങ്ങൾ 2 പേരും ഇട്ടു. പരീക്ഷാ ഹാളിൽ കയറിയതിന് ശേഷം തലയിൽ നിന്ന് കുറച്ചെടുത്ത് ആ കമ്പ്യൂട്ടർ കീബോർഡിൽ ഞങ്ങൾ പ്രാർത്ഥനാപൂർവം വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് വെച്ചതിന് ശേഷം പരീക്ഷ എഴുതാൻ തുടങ്ങി. പരീക്ഷ എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരീക്ഷയായിരുന്നു. ചില ക്വസ്റ്റ്യൻസൊക്കെ നോക്കുമ്പോൾ നമുക്കൊന്നും അറിയത്തില്ല. അപ്പോൾ ഞങ്ങൾ ഓർത്തു, ദൈവമേ, ഞങ്ങൾക്ക് ഒരു മെറിറ്റുമില്ല, അമ്മയുടെ കാരുണ്യം ഒന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം പ്രാർത്ഥിച്ച് കണ്ണടച്ച് ചില സ്ഥലത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ എനിക്ക് 146-ാമത്തെ ക്വസ്റ്റ്യൻ എത്തിയപ്പോഴത്തേക്ക് കമ്പ്യൂട്ടർ ഓഫായി. ഒന്നെങ്കിൽ ജയിക്കും അല്ലെങ്കിൽ തോക്കും എന്നുള്ള രീതിയിൽ കമ്പ്യൂട്ടർ ഓഫായി. വൈഫിന് 148 എണ്ണം വരെ എഴുതേണ്ടി വന്നു. അതിനുശേഷം അതിനു മുമ്പായിട്ട് ഒരു കാര്യം പറയാനുള്ളത്, ഞങ്ങൾ പരീക്ഷയ്ക്ക് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ പഠിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാൾ കൂടുതലായിട്ട് ദൈവവചനം എഴുതി ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ദൈവവചനം 12 തവണ വെച്ച് എഴുതി. 12 ശിഷ്യന്മാരുടെ ഒരു ഓർമ്മ വന്നതുകൊണ്ട് 12 തവണ വെച്ച് എഴുതി പ്രാർത്ഥിച്ചിരുന്നു. പരീക്ഷയ്ക്ക് അവിടെ ചെന്നപ്പോൾ എനിക്ക് കിട്ടിയ ടോക്കൺ നമ്പർ 12. അതുപോലെ തന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു, ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾക്കൊരു അടയാളം വേണം മാതാവേ. അവിടെ പരീക്ഷയ്ക്ക് ഞങ്ങളെ സ്വീകരിക്കാൻ നിൽക്കുന്ന ആളുകളിൽ ഒരാളെങ്കിലും ഒന്നെങ്കിൽ നീലക്കുപ്പായം ഇടണം, ഇല്ലെങ്കിൽ അമ്മയുടെ കളറായിട്ടുള്ള ഈ സിൽവർ ഗ്രേയിൽ ഉണ്ടാവണമേ എന്ന് പ്രാർത്ഥിച്ചു. അവിടെ 3 പേരുള്ളതിൽ 2 പേര് നീല ഉടുപ്പിട്ടയാള്, 3-ാമത്തെ ആള് ഷർട്ടും ഗ്രേ പാൻസും ഗ്രേ കളറ്, 3 പേരും ഗ്രേ കളറുള്ള. അങ്ങനെ ഞങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരമുള്ള അടയാളം നൽകി സഞ്ചാരി മാതാവ് ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പ് ഞങ്ങൾക്ക് നൽകി. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം ക്വിക്ക് റിസൾട്ട് എടുത്തു. പ്രാർത്ഥിച്ചുകൊണ്ട് ഉടമ്പടി പ്രാർത്ഥന ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ആദ്യം വൈഫിൻ്റെ റിസൾട്ട് നോക്കി. അവൾ പാസ്സായി. എനിക്ക് സന്തോഷം കൊണ്ട് ഞാൻ പൊട്ടിക്കരഞ്ഞു. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞാൻ വൈഫിനെ വിളിച്ചു. അവൾ ഡ്യൂട്ടിയിലായിരുന്നു. കൊച്ചേ, നീ പാസ്സായെന്ന് പറഞ്ഞു. അവൾ ചോദിച്ചു, ഇച്ചായം പാസ്സായെന്ന്. ഞാൻ നോക്കിയില്ല, ഞാൻ തോറ്റാലും വേണ്ടില്ല, നീ പാസ്സാകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു, എൻ്റെ ആഗ്രഹം ഇച്ചായം പാസ്സാകണമെന്നായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ നോക്കി, ഞാനും പാസ്സായി. ദൈവമാതാവ് ഞങ്ങൾക്ക് അന്നല്ല അതിനു മുമ്പ് തന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കൂടുതൽ വിശ്വാസത്തിലേക്ക് വന്നു. അതിനുശേഷം ഞങ്ങൾ വീടുകളിലേക്ക് വിളിക്കുകയാണ്. പരീക്ഷയുടെ റിസൾട്ട് വന്നു എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്.
പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് എൻ്റെ മുഖത്ത് ഒരു സന്തോഷമില്ല. അപ്പോൾ ചാച്ചനോ അമ്മയൊക്കെ ചോദിക്കുന്നു, എന്താ നീ ചുമ്മാ പറയുവാണോ, തോറ്റുപോയതാണോ എന്ന് ചോദിക്കുകയാണ്. പക്ഷേ ഞാൻ പറഞ്ഞു ഞങ്ങൾ പാസ്സായെന്ന് പറഞ്ഞു. പക്ഷേ അതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ 2015 മുതൽ ഞാൻ പാങ്ക്രിയാറ്റൈറ്റിസ് എന്ന ഒരു രോഗത്താൽ ബുദ്ധിമുട്ടുന്ന ഒരാളാണ്. അപ്പോൾ അതിനുശേഷം 2019, 2020, 2023 ഒക്കെ ഇങ്ങനെ അതിതീവ്രമായ വേദന വരും. ഇത് എന്താ കാരണം എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. മദ്യപാനിയല്ല, അങ്ങനത്തെ യാതൊരുവിധ ദുശീലങ്ങളും ഇല്ല. പക്ഷേ എന്തുകൊണ്ടാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അതിഭീകരമായ വേദന. സാധാരണഗതിയിൽ ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഒരു 25 മുതൽ 30 ദിവസം വരെ ആശുപത്രിയിലായിരിക്കും. 2 ആഴ്ച NPO എന്ന് പറയും, വയൽ കൂടെ ഒന്നും കഴിക്കാൻ പറ്റില്ല. IV ഫ്ലൂയിഡും ട്രീറ്റ്മെൻറ്റും മാത്രമായിരിക്കും. അതിന് ശേഷമാണ് പുറത്തിറങ്ങുന്നത്. അപ്പോൾ ആ വേദന വീണ്ടും എനിക്ക് അന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിനു മുമ്പായിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് 2023 കാനഡയ്ക്ക് പോകാൻ ഞങ്ങൾ സെപ്റ്റംബർ 19-ാം തീയതിയാണ് കാനഡയിലേക്ക് പോകാൻ വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ കുടുംബസമേതം പോകാൻ വേണ്ടി എല്ലാം റെഡിയായിട്ട് നിന്നു. 13-ാം തീയതി ഞാൻ വീണ്ടും ഈ അസുഖം വന്ന്, സെപ്റ്റംബർ 13-ാം തീയതി അസുഖം വന്ന് ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നു. എൻ്റെ പോക്ക് മുടങ്ങി. വൈഫും കുട്ടികളും കാനഡയിലേക്ക് പോയി, ഞാനിവിടെ അഡ്മിറ്റായി. അപ്പം ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ദൈവവചനത്തിൽ പറയുന്നുണ്ടല്ലോ, ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും ഇരുമ്പ് ഓടാമ്പലുകൾ ഒടിക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ള ആ വചനം എനിക്ക് മുമ്പേ ദൈവം എനിക്ക് അവിടെ ചെല്ലുമ്പോൾ എൻ്റെ വഴി ക്ലിയർ ചെയ്യാൻ വേണ്ടി എന്നെ കുറച്ച് താമസിപ്പിച്ചതാണെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. നമുക്കറിയാം കാനഡയിലെ ഹെൽത്ത് സിസ്റ്റമൊക്കെ ഒരുപാട് ഡിഫറൻ്റ് ആണ്. അപ്പോൾ അവിടെ ഒരു ഫാമിലി ഡോക്ടറെ കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ PR ആയിട്ട് കഴിയുന്ന 5-6 വർഷമായിട്ട് പോലും ഉള്ളവർക്ക് ഫാമിലി ഡോക്ടർ ഇല്ലാത്തവരുണ്ട്. ഞാൻ അവിടെ ചെന്നു, 1 മാസം കൊണ്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും ഒരു ഫാമിലി ഡോക്ടറിനെ കിട്ടി. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ അത്യാവശ്യ കാര്യങ്ങൾക്ക് ആ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം. അപ്പോൾ അതിന് ഒരു വഴി ഒരുക്കാൻ വേണ്ടി മാതാവ് എൻ്റെ പോക്ക് കുറച്ച് താമസിപ്പിച്ചതാണെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ അന്ന് റിസൾട്ട് വന്ന അന്ന് വീണ്ടും അഡ്മിറ്റാക്കി. അപ്പോൾ ഞാൻ ആശുപത്രിയിലേക്ക് ഞങ്ങൾ പോവുകയാണ്. ആശുപത്രിയിലേക്ക് പോകുമ്പം അമ്മ മാതാവിൻ്റെ ഒരു രൂപം എടുത്ത് വയറേൽ വെച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ആശുപത്രിയിൽ പോയി. അവിടെ ചെന്ന് ഒരു 2-3 മണിക്കൂറും കൊണ്ട് ഡോക്ടറെ കാണാൻ പറ്റി. അകത്ത് കയറി അഡ്മിറ്റാക്കി. മാതാവ് വഴിയൊരുക്കുന്നത് പറഞ്ഞ പോലെ സാധാരണ 30 ദിവസം വരെ ആശുപത്രിയിൽ കഴിഞ്ഞുകൊണ്ടിരുന്ന ഞാൻ ആ പ്രാവശ്യം 3-ാമത്തെ ദിവസം ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആക്കി. സമയച്ചുരുക്കത്തിൻ്റെ മാതാവ് എൻ്റെ ആശുപത്രിവാസത്തിൻ്റെ സമയം ചുരുക്കി തന്നു. അതിനുശേഷം 2 തവണ കൂടി കാനഡയിൽ വെച്ച് ഈ പാങ്ക്രിയാറ്റൈറ്റിസ് എന്ന് പറയുന്ന രോഗം വരികയും ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുകയും ചെയ്തു. അപ്പോഴെല്ലാം പ്രാർത്ഥനയുടെ ഫലം ഒന്നുകൊണ്ട് മാത്രം 3-ാമത്തെ ദിവസം എനിക്ക് ഡിസ്ചാർജായി. ഇപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരി മാസവും കൂടി അഡ്മിറ്റായി. അതുകൊണ്ടാണ് പെട്ടെന്ന് ഇവിടെ വന്ന് മാതാവിൻ്റെ നേർസാക്ഷ്യമായിട്ട് സാക്ഷ്യം പറയുവാനും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുവാനും വേണ്ടി നേരെ ഇങ്ങോട്ട് വന്നത്. അതിനുശേഷം 3-ാമത്തെ ഞങ്ങളുടെ ഒരു സാക്ഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ അവിടെ RN-ആയിട്ട് ജോലി ചെയ്യുന്നത്, ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് 122 കിലോമീറ്റർ ഒരു സൈഡ് ട്രാവൽ ചെയ്തിട്ടായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഈ മഞ്ഞുകാലത്ത് വണ്ടി ഓടിക്കുക വളരെ ദുഷ്കരമാണ്. അപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് ഉറങ്ങിപ്പോയി. 10-25 കൊല്ലമായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. പക്ഷേ ആദ്യമായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഉറങ്ങിപ്പോയി. പെട്ടെന്ന് എന്തോ ഒരു ഭയങ്കര സൗണ്ട് കേട്ടു, എന്തൊക്കെയോ ഒരു ശബ്ദം കേട്ട് ഞാൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ എൻ്റെ വണ്ടിയുടെ ഒരു ഭാഗം മുഴുവൻ റോഡിൻ്റെ പുറത്താണുള്ളത്. പെട്ടെന്ന് മാതാവെന്ന് വിളിച്ച് ബ്രേക്ക് ചവിട്ടി എങ്ങനെയൊക്കെയോ നിന്നു. ഞാൻ ഈ ദൂരം മുഴുവൻ യാത്ര ചെയ്ത് പോകുമ്പോൾ സാധാരണഗതിയിൽ എല്ലാ ദിവസവും ജോസഫ് അച്ഛൻ്റെ പ്രസംഗവും ധ്യാനങ്ങൾ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടാണ് പോകുന്നത്. ആ ഒരു മാതാവിൻ്റെ സഞ്ചാരി മാതാവിൻ്റെ സാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ആ നിമിഷത്തിൻ്റെ ഒരു തലനാരിഴയ്ക്ക് എനിക്ക് അന്നേരപ്പം ഉറക്കത്തിൽ നിന്ന് ഉണരുകയും ഞാൻ രക്ഷപ്പെടുകയും ചെയ്തത്.
അതുപോലെ തന്നെ വേറൊരു സാക്ഷ്യം പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ 3 പേര് നേഴ്സുമാരാണ്. ഞാൻ, വൈഫിൻ്റെ നാത്തൂന്. ഞങ്ങളൊരു നിയോഗം വെച്ചിരുന്നു, ഞങ്ങൾക്ക് 3 പേർക്കും അവിടെ ഗവൺമെൻറ് സെക്ടറിൽ ജോലി കിട്ടണമെന്ന്. അതായത് 2024 ഡിസംബറിന് മുമ്പായിട്ട് ജോലി കിട്ടണമെന്ന്. അതിൽ ഒരാൾക്ക് നവംബർ മാസമായപ്പം കിട്ടി. എനിക്കും വൈഫിനും ഞങ്ങൾ ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇതിലാണ് അപേക്ഷിച്ചിരുന്നത്. അപ്പോൾ അതിന് കുറേ തടസ്സങ്ങൾ വന്നു. പ്രാർത്ഥനയും ഇതിനെല്ലാം ആയി. ഞങ്ങൾ മെയ് മാസം എടുത്ത ഉടമ്പടി പിന്നെ പുതുക്കിയിട്ടില്ലായിരുന്നു. പിന്നെ ഡിസംബർ മാസം 11-ാം തീയതി ഞാൻ ഉടമ്പടി ഓൺലൈനിൽ വീണ്ടും എടുത്തു. 12-ാം തീയതി ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇമെയിൽ വന്നു, നിങ്ങൾക്ക് ഇത് നമ്മളെ അവിടെ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ്. അതിന് വേണ്ടിയിട്ട് മെഡിക്കൽ ടെസ്റ്റ് ഉണ്ട്. മെഡിക്കൽ ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് TBക്കുള്ള കയ്യിൽ ഇവിടെ കുത്തിവെക്കുന്ന ഈ പാട് ഇപ്പോഴും ഉണ്ട്. അത് പോസിറ്റീവായി. സാധാരണഗതിയിൽ അത് നേഴ്സുമാർക്ക് ഇങ്ങനെ ഫോൾസ് പോസിറ്റീവ് വരാൻ സാധ്യതയുണ്ടെന്നറിയാം. പക്ഷേ കാനഡയിലെ ആ ഒരു സ്ക്രീനിങ്ങിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോസിറ്റീവ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചെസ്റ്റ് എക്സ്റേ എടുത്ത് ക്ലിയർ ചെയ്തതിന് ശേഷമേ നമുക്ക് ആ ഒരു പ്രോസസ്സിങ് മുമ്പോട്ട് പോവുകയുള്ളൂ. എക്സ്റേക്ക് 1 മാസത്തിന് ശേഷമാണ് റിസൾട്ട് കിട്ടുന്നത്, അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത്. അതിന് 3 ആഴ്ചയും കൂടെ കഴിഞ്ഞിട്ടേ അതിൻ്റെ റിപ്പോർട്ട് വരുള്ളൂ. ഏകദേശം 1 മാസത്തോളം 1.5 മാസത്തോളം ഡിലേ വരും. മാതാവിൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാൻ ഇതൊന്ന്, ഞങ്ങൾ ഓൺലൈനിൽ വീണ്ടും ഉടമ്പടി പുതുക്കി. അതിനുശേഷം 1 ആഴ്ചയ്ക്ക് ശേഷം എനിക്കൊരു ഇമെയിൽ വരികയാണ്, യുവർ മെഡിക്കൽ ടെസ്റ്റ് ഈസ് ക്ലിയർഡ്. ഈ ചെസ്റ്റ് എക്സ്റേ പോലും എടുക്കുന്നതിന് മുമ്പ് എൻ്റെ സഞ്ചാരി മാതാവ് അവിടെ വന്ന് എൻ്റെ മെഡിക്കൽ ടെസ്റ്റ് ക്ലിയറാക്കി. എനിക്ക് അവിടെ നിന്നുള്ള എല്ലാ പ്രോസസ്സിങ്ങും കഴിഞ്ഞു, അപ്പോയിൻമെൻറ്റ് കിട്ടി. എനിക്ക് ഈ ഏപ്രിൽ 10-ാം തീയതി അവിടെ ഫെഡറൽ ഗവൺമെൻറ്റിൽ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ജോലിക്ക് ജോയിൻ ചെയ്യണം. അതിനു മുമ്പായി അമ്മയെ കണ്ട് എൻ്റെ അനുഭവങ്ങളും സാക്ഷ്യങ്ങളും പറയാൻ വേണ്ടി ഞാൻ ഓടി വന്നതാണ്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട സാക്ഷ്യങ്ങൾ. ഇനിയും ഒരുപാടുണ്ട്. അത് അടുത്ത വർഷം ഞങ്ങൾ കുടുംബസമേതം ഇവിടെ വന്ന് ഞങ്ങൾ ഒരുമിച്ച് പറയും എന്നുള്ള ഒരു വാഗ്ദാനം കൂടി പരിശുദ്ധ അമ്മയ്ക്ക് ഞാൻ നൽകുകയാണ്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പറയാം, ഞാൻ കാനഡയിൽ മോങ്ടൺ ഇടവകയിലാണുള്ളത്. അപ്പോൾ അവിടെ ഞങ്ങൾ കാറ്റക്കിസം പിള്ളേർക്ക് തുടങ്ങിയപ്പോഴത്തേക്ക് ഇതുവരെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ഞാനും അവിടെ പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടി, കാറ്റക്കിസം പഠിപ്പിക്കാൻ വേണ്ടി തുടങ്ങി. അതുപോലെ തന്നെ മാതാവിനെക്കുറിച്ച് നമ്മളോട് പരീക്ഷയെക്കുറിച്ചോ ഇതിനെക്കുറിച്ചോ ചോദിക്കുന്ന എല്ലാവരോടും നമ്മൾ പറയുന്നു, നിങ്ങൾ പഠിച്ചോ, പക്ഷേ മാതാവിനെ ഒന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങളുടെ അനുഭവം കൂടെ ഷെയർ ചെയ്ത് ഞങ്ങൾ പറയും, നിങ്ങൾ മാതാവിൽ വിശ്വസിച്ച് പരീക്ഷ എഴുതിക്കോ, എവിടെ പോയാലും സഞ്ചാരി മാതാവ് കൂടെ ഉണ്ടാവും, നമ്മളെ കാത്തുകൊള്ളും എന്ന് പറയുന്നു. അതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങൾ ഇവിടെ കണ്ണൂരുള്ള ഒരു അനാഥാലയത്തിലേക്ക് ഞങ്ങൾ മാസം പൈസ കൊടുക്കുന്നു. അതുപോലെ തന്നെ കാനഡയിലെ ഫുഡ് ബാങ്ക് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. നമുക്ക് അവിടെ നേരിട്ട് ഫുഡ് കൊടുക്കാൻ പറ്റില്ല, ഫുഡ് ബാങ്ക് മുഖാന്തരമാണ് ചെയ്യുന്നത്. ആ ഫുഡ് ബാങ്കിലേക്ക് മാസം തോറും ഒരു നിശ്ചിത തുക ഞങ്ങൾ കൊടുക്കുന്നു. പിന്നെ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ അവിടെ ഷോപ്പിംഗ് മാളുകളിൽ ഫുഡ് ബാങ്കിലേക്ക് കിറ്റ് ഡൊണേറ്റ് ചെയ്യാം, അതൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട്. ഇവിടെ വരാൻ അനുവദിച്ച അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി ഒരിക്കൽ കൂടി പറയുന്നു.